ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതാ രാവിലെ എണീറ്റ് നമ്മുടെ പരിപാടികളിലേക്ക് കടക്കുകയാണ് കേട്ടോ. രാവിലെ എണീറ്റ് കറികൾക്കുള്ളതും പാലൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കുകയാണ്. അത് ഞാൻ എല്ലാവരെയും നോക്കിയിട്ട് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ കക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കക്ക കണ്ടു. ഇപ്പോൾ ഇടയിൽ 2 ആഴ്ചയായിട്ടാണ് കക്ക വിൽക്കണത് കാണണം. അപ്പോൾ ഞാൻ അന്ന് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ചെറിയ കക്കയായിരുന്നു. ചെറിയ കക്കയാകുമ്പോൾ നമുക്ക് കുറച്ച് പണിയും കൂടുമല്ലോ. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ച് വലിയ കക്ക കണ്ടു. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു. ഈ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. ഈ ഒരു പാക്കറ്റിന് 100 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ തൂക്കം എത്രയാണെന്നുള്ളത് ഞാൻ ചോദിച്ചില്ല കേട്ടോ. പാക്കറ്റായ കാരണം ഞാൻ വെയിറ്റ് ഒന്നും ചോദിച്ചില്ല. 1/2 കിലോനാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ ഈ ഒരു പാക്കറ്റ് വെച്ചാൽ ധാരാളം കേട്ടോ. ആളുള്ള വീട്ടിലേക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു പാക്കറ്റ് മതിയാവില്ല. കാരണം ഇത് റോസ്റ്റ് ചെയ്താലും കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞങ്ങൾ ദേവുട്ടി കഴിക്കില്ല. പിന്നെ എനിക്കും പാപ്പനല്ല വേണ്ട. അപ്പോൾ അത് ധാരാളം കേട്ടോ. എനിക്കാണെങ്കിൽ കക്ക ഭയങ്കര ഇഷ്ടമാണ്. കക്ക, ഞണ്ട്, അങ്ങനത്തെ കൂന്തൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ കുറച്ചായാലും കുഴപ്പമില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇതാ ഞാൻ ചായ വെക്കാൻ നോക്കുകയാണ്. പിന്നെ ഇന്നലെ വരുന്ന വഴിക്ക് കുറച്ച് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മോര് കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് വെള്ളരിക്ക വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സബോള, തക്കാളി, പച്ചമുളക് അങ്ങനത്തെ അതൊക്കെ എടുത്ത് വെക്കാൻ കേട്ടോ. രാത്രി വന്നിട്ട് പിന്നെ എടുത്ത് വെക്കലൊന്നും നടന്നില്ല. അത് അങ്ങനെ തന്നെ കവറിൽ വെച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റിട്ടാണ് വെക്കലും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ വരണ വഴിക്ക് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 1 കിലോ 70 രൂപയായിരുന്നു. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ. അപ്പോൾ അത് 1/2 കിലോ വാങ്ങിച്ചു. മീൻകറിയൊക്കെ വെക്കുമ്പോൾ അതിലിട്ട് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. വൈകിട്ട് വരുമ്പോൾ വണ്ടിക്കാർ കുറേ ഉണ്ടാവുമല്ലോ. പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും മീനായാലും. അപ്പോൾ വരുമ്പോൾ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് വരും കേട്ടോ. ഇപ്പോൾ പിന്നെ മുരളിയേട്ടനും ഇല്ലല്ലോ വാങ്ങിച്ചു കൊണ്ടുവന്ന് തരാൻ. അപ്പം ഞാൻ വരണ വഴിക്ക് നമുക്ക് ആവശ്യമുള്ളതൊക്കെ തലേദിവസം തന്നെ വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ അതാ കക്ക നന്നാക്കാൻ നോക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. കക്ക നന്നാക്കാൻ കുറച്ച് സമയം എടുക്കണം. കാരണം ഇതിൻ്റെ പിന്നിലല്ല, അതിൻ്റെ ഉള്ളിലൊരു വേസ്റ്റ് ഉണ്ടല്ലോ, ഒരു വേസ്റ്റ് ഉണ്ട്. അപ്പോൾ അതൊന്നും നീക്കം ചെയ്യണം. കക്ക വിൽക്കുന്ന ആൾ പറഞ്ഞത് അതൊന്നും നീക്കം ചെയ്യണമെന്നൊന്നുമില്ല, അതൊക്കെ വെറുതെ അലമ്പെടുത്താൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ നമ്മളിത് എപ്പോഴും വെക്കുമ്പോൾ ക്ലീൻ ചെയ്തിട്ട് ഞാനിട്ട് വെക്കാറ്. അതിൻ്റെ ഉള്ളിലെ ആ വേസ്റ്റൊക്കെ കളഞ്ഞിട്ട് ഞാൻ വെക്കാറ്. അത് അങ്ങനെ വെക്കണവരും ഉണ്ട്. പക്ഷെ നമുക്കത് ശരിയാവില്ല, സെറ്റാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കക്ക ഞാനത് പുറത്തേക്ക് പാത്രത്തിൽ ഇട്ടച്ചതാണ് കേട്ടോ. പിന്നെ അത് അപ്പം പാല് തിളച്ചു, കാപ്പി ഉണ്ടാക്കി പാപ്പനെ കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ. വരില്ല ഇല്ല ഇത് ഇന്ത്യയിലാ കക്ക എന്താ ഇല്ലേ? അവർക്ക് ഉൾപ്പണിയെല്ലാം മേടിക്കും. അങ്ങനെ ഇതാ എൻ്റെ ചായയോടെയും പാപ്പൻ്റെ ചായയോടെയും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പാപ്പൻ സബോള തൊലി കളയാൻ സബോള എടുക്കാൻ വന്നതാണ് കേട്ടോ. അപ്പം ഞാൻ കക്ക അവിടെ പാത്രത്തിലിട്ട് വെച്ചത് കണ്ടപ്പോൾ പാപ്പൻ ചോദിക്കണം, ഇത് കക്കയല്ലേ എന്നുള്ളത് കേട്ടോ. അപ്പോൾ അവിടെ അവർ മദ്രാസിലാവുമ്പോൾ ഒരു 3 കിലോനൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുന്നതാണ് ആളിങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ മേമയുടെ കാര്യം ഓർമ്മ വന്നു. മേമുള്ളപ്പോൾ ഒരു 3 കിലോനൊക്കെ ഒരുമിച്ച് വാങ്ങിക്കുന്ന ആളിങ്ങനെ പറയായിരുന്നു. അപ്പോൾ മേമ മരിച്ചിട്ടിപ്പോൾ കുറച്ചായിട്ടാ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ കക്ക ക്ലീനിങ് ആണ് കേട്ടോ. അതങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ ആ വേസ്റ്റ് പുറത്തേക്ക് വരും കേട്ടോ. അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ ക്ലീൻ ചെയ്ത് എടുക്കണം. അപ്പോൾ കക്ക ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഇത് കണ്ടോളൂ കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതെല്ലാവരും അങ്ങനെ കഴിക്കുമൊന്നുമില്ല. കക്ക, ഞണ്ട്, നമുക്ക് തന്നെ കുറേ കമൻസ് വരാറുണ്ട്, കഴിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഞണ്ടായാലും കഴിക്കാറില്ല, പക്ഷെ കാണാൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കമൻറ്റ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമൊന്നുമില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കക്ക ക്ലീനിങ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ കമൻസിലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. പ്രിയേച്ചി, ശ്രീകുമാരി ചേച്ചി, ശ്യാമളേച്ചി അവരൊക്കെ നമ്മുടെ വീഡിയോ നോക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിലും നമ്മുടെ ആ 1 മണി എന്ന് പറഞ്ഞ ടൈമിന് അവർ വീഡിയോ നോക്കാറുണ്ടല്ലോ. അത് കേട്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയിട്ടാ. പിന്നെ പ്രിയ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു പാപ്പൻ പോയില്ലേ എന്നുള്ളത്. പാപ്പൻ പോയിട്ടില്ല കേട്ടോ. പാപ്പൻ അന്ന് വന്നത് തന്നെയാണ്. പാപ്പൻ ഇവിടെ ഉണ്ട്. ആൾ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അവിടെ പോയാൽ ഒരു റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കണ്ടേ. കാരണം പിള്ളേരൊക്കെ ജോലിക്ക് പോയി. ഇവിടെ ആകുമ്പോൾ ആൾക്ക് പറമ്പിലും പാടത്തും റോട്ടിലും ഇപ്പോൾ അവിടെ നല്ല പരിചയമായി. പാപ്പൻ്റെ നാട് മാതിരി തന്നെ ആയിട്ടാണ്. കാരണം നാട്ടുകാർക്കും പാപ്പനറിയാം, വീട്ടുകാർക്കും പാപ്പനറിയാം, അങ്ങനെ ആയിട്ട്. അപ്പോൾ ആളിവിടെ ഫ്രീ ആയിട്ട് നല്ല ജോളിയായിട്ടിരിക്കുന്നുണ്ട്.
പിന്നെ അത് കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിയേച്ചി അമ്മയുടെ കട ഇപ്പം ഇല്ലേ എന്നുള്ളത്. അമ്മയുടെ കട ഇപ്പോൾ ഇല്ല കേട്ടോ. നമ്മുടെ ഈ കേച്ചേരി ഈ ഒരു ബൈപ്പാസ് റോഡിൻ്റെ പണി നടക്കുമ്പോൾ കട അടച്ചതാണ്. കാരണം ആ സമയത്ത് റോഡൊക്കെ ക്ലോസ് ആക്കിയിട്ട് കൊടുക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടിയിരുന്നത് വണ്ടി കച്ചവടങ്ങളാണ്. റോട്ടിൽ കൂടെ പോണ യാത്രക്കാരുടെ കച്ചവടങ്ങൾ, വണ്ടിക്കാരുടെ കച്ചവടങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോൾ പിന്നെ ഫുൾ അടച്ചിട്ടപ്പോൾ തീരെ കച്ചവടം ഇല്ല, റോഡ് ഫുൾ അടച്ചിട്ടപ്പോൾ പിന്നെ കച്ചവടം ഇല്ലാണ്ടായിട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ കട ക്ലോസ് ചെയ്തു. പിന്നെ അന്ന് ക്ലോസ് ചെയ്തതിനാണ്. ഇപ്പോൾ റോഡിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പന്നിത്തടം തൊട്ടിട്ട് കേച്ചേരി വരെ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ അക്കിക്കാവ് റോഡിൻ്റെ പണിയാണ് നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല കേട്ടോ. കാരണം മുരളേട്ടൻ വേറെ സ്ഥലത്തേക്ക് പോയി, അമ്മയാണെങ്കിലും ജോലിക്ക് കയറി, ഞാനാണെങ്കിലും വർക്കിന് കയറി. അപ്പോൾ ഇനിയിപ്പോൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടില്ല. പിന്നെ ഹോട്ടൽ പണി എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല, അത്യാവശ്യം പണിയുണ്ട്. ഒരു 4-5 മാസം അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വയ്യാണ്ടാവലും അവിടുത്തെ കാര്യങ്ങളും വീട്ടിലെ പണി എല്ലാം കൂടിയായിട്ട് കുറച്ച് നന്നായി ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ തുറക്കണം എന്ന് തന്നെ തോന്നണില്ല. ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇപ്പം ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു 29-ാം തീയതി സ്കൂളിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത്. 29-ാം തീയതി വരേണ്ട കാര്യം തീരുമാനമായിട്ടില്ല കേട്ടോ. കാരണം 30-ാം തീയതി മുരളേട്ടൻ വരും. അപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് ലീവാവും. അപ്പം ഇനി 29-ാം തീയതി കൂടെ ലീവ് ഉണ്ടാവില്ല, അവർ തരില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. മിക്കതും ഞാൻ വരാൻ ചാൻസ് ഇല്ല എന്നാണ് തോന്നണത്. പിന്നെ നമ്മുടെ കുക്കർ മജീഷാന്ന് എന്താ എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുക്കർ മജീഷാന്ന് ഞാൻ എഴുതി വെച്ചതല്ല കേട്ടോ. കുക്കറിൻ്റെ പിടി പൊട്ടിയിട്ട് നമ്മൾ നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തപ്പോൾ അവരവിടെ എഴുതി വെച്ചതാണ് കേട്ടോ ജിഷാന്ന്. അത് കൊണ്ടുവന്നതിന് ശേഷം ഞാൻ കുറേയൊക്കെ ഉരച്ച് നോക്കിയിട്ടാണ് പോകണമെന്നില്ല. അപ്പോൾ പിന്നെ അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചു. മെല്ലെ മെല്ലെ ഓരോ വട്ടം കഴുകുമ്പോൾ പോയിക്കോളും എന്ന് വിചാരിച്ചു. അതാണ് കേട്ടോ. പിന്നെ അപ്പോൾ ഓർമ്മ വന്ന കമൻസൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അതിൻ്റെ ഇടയിൽ ഞാനിതാ കക്ക കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കാൻ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മോര് കറിക്ക് വെള്ളരിക്ക് 2 പച്ചമുളകും കീറിയിട്ടിട്ട് മോര് കറിക്ക് കുക്കറിൽ വെച്ചു. കുക്കർ ഞാൻ അടച്ചിട്ടില്ല കേട്ടോ, വെറുതെ അങ്ങനെ വെച്ചിട്ടുള്ളൂ. അടുത്തത് ഇനി മോര് കറിക്കുള്ള അരപ്പ് റെഡിയാക്കാൻ കേട്ടോ. മോര് കറി വെക്കുമ്പോൾ ഇതിൽ ഞാൻ മുളകും പൊടി ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. പച്ചമുളക് മാത്രമാണ്. വെള്ളരിക്ക വേവിക്കാൻ വെക്കണതിൽ 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. നമ്മൾ അരപ്പിൽ 4 പച്ചമുളക് ഇടുന്നുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ല ജീരകവും ചുവന്നുള്ളിയും കറിവേപ്പില ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്കണത്. അത് നന്നായി അരച്ചെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ ലാസ്റ്റാണ് നമ്മൾ തൈര് ഒഴിക്കുന്നത് കേട്ടോ. ചില സമയത്ത് തൈരും നാളികേരം ഒരുമിച്ച് അരച്ചെടുക്കും കേട്ടോ. അങ്ങനെയും ചെയ്യണവരുണ്ട്, നമ്മളും ചെയ്യാറുണ്ട്. അപ്പോൾ 2 തരത്തിലും ചെയ്യും. പക്ഷേ ഇതിൽ ടേസ്റ്റ് ലാസ്റ്റ് നമ്മൾ തൈര് ഒഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അങ്ങനെ പിന്നെ ഒരടുപ്പത്ത് ഞാനിതാ കക്ക റോസ്റ്റിനുള്ള സബോള വഴറ്റാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നാളികേരമൊക്കെ അരച്ചൊഴിച്ചു. അപ്പോൾ ഇതാ കക്ക റോസ്റ്റിക്ക് നമ്മൾ സബോള വാടിയതിന് ശേഷം പിന്നെ പച്ചമുളകല്ല വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാലപ്പൊടിയും പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമ്മൾ ഇടുന്നത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അത് നമ്മൾ കക്ക ഇട്ടതിൻ്റെ ശേഷം അതിൻ്റെ മേലെ കുറച്ച് വെതറാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുക്കറിൽ നമ്മൾ തേങ്ങ അരച്ച് ഒഴിച്ചതിൻ്റെ ശേഷം തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് നന്നായി പോകണം കേട്ടോ. അതൊക്കെ പോയതിൻ്റെ ശേഷമാണ് നമ്മൾ ലാസ്റ്റ് സ്റ്റവ് ഓഫ് ചെയ്തതിൻ്റെ ശേഷം തൈര് ഒഴിക്കുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ കക്കറോസിക്കുള്ള മസാലപ്പൊടികളൊക്കെ നല്ല മൂത്ത സ്മെല്ല് വരാൻ തുടങ്ങിയിട്ട് അത് മൂത്തതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് കക്ക ഇട്ട് കൊടുത്തു. നമ്മൾ തക്കാളി ഇടണില്ല കേട്ടോ ഫ്രണ്ട്സ്, ഇതിലേക്ക് തക്കാളി വേണ്ട. അപ്പോൾ കക്ക ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പും പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ അടുപ്പത്ത് ഞാനിതാ മോര് കൂട്ടാനൊക്കെ കടുക് വറുത്തിട്ടു കേട്ടോ. ആ ഭാഗമൊന്നും കിട്ടിയില്ല. ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വയ്ക്കുമ്പോഴൊക്കെ ചില ഭാഗം റെക്കോർഡാവും, ചില ഭാഗം റെക്കോർഡാവില്ല അങ്ങനെ. അപ്പം ഞാൻ ആ അടുപ്പത്ത് ചോറിന് അരിയിട്ടിട്ട പൊന്നിരി അരിയ കാരണം പെട്ടെന്നാവും, അതുകൊണ്ട് ഞാൻ ഗ്യാസ്മയാണ് വെക്കാറ്. ഇല്ല ഇപ്പോൾ മറ്റ് കുറുക അരിയൊക്കെ ആണെങ്കിൽ നമ്മൾ അടുപ്പത്താണ് കേട്ടോ വെക്കുന്നത്. പൊന്നിരി അരിയ കാരണം ഞാൻ ഗ്യാസ്മ വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് ചായക്ക് ചപ്പാത്തി ഉണ്ടാക്കണം എന്നാണ് കരുതിയത്, പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. കാരണം കക്ക നന്നാക്കാൻ നിന്നപ്പോൾ എൻ്റെ സമയം കുറച്ച് അവിടെ പോയി. അപ്പം ഞാൻ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടിയാണല്ലോ ഗോതമ്പ് ദോശ. അപ്പോൾ ഗോതമ്പ് ദോശ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഗോതമ്പ് ദോശ റേഷൻ കടയിൽ നമ്മുടെ ആട്ടപ്പൊടി ആയ കാരണം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് കേട്ടോ. മിക്സിയിലേക്ക് പൊടിയിട്ടിട്ട് കുറച്ച് വെള്ളം ഉപ്പ് അയലെന്നെ ഒഴിച്ചിട്ട് അടിച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ ഞാൻ ദോശ ചുടുക. നേരിട്ട് നമ്മൾ അടിക്കാണ്ട് മിക്സിയിലിട്ട് അടിക്കാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഉപ്പിട്ടിട്ട് കലക്കി ഉണ്ടാക്കുമ്പോൾ ശരിക്കും അങ്ങോട്ട് വരുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് കറക്റ്റായി കിട്ടാറില്ല. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാ കക്ക റോസ്റ്റ് ആയിട്ടുണ്ട്, നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചോറ് ഇതാ ഊറ്റി വെച്ചു, പപ്പടം കാച്ചിട്ടുണ്ട്. മോരുകറിയും പപ്പടവും നല്ല കോമ്പിനേഷൻ അല്ലേ, കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഗോതമ്പ് ദോശ. അപ്പോൾ ഇതാ ഞാനും പാപ്പനും ചായ കുടിക്കാതിരിക്കുകയാണ് കേട്ടോ. ദേവുട്ടിയുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മെല്ലെ കഴിക്കുള്ളൂ. ഞങ്ങൾ കഴിക്കേണ്ട സമയത്തേക്കൊന്നും ദേവുട്ടി എത്താറില്ല കേട്ടോ. അപ്പം ഞാനും പാപ്പനും ഇതാ കഴിക്കാതിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ പോവാൻ റെഡി ആയിട്ടോ ഫ്രണ്ട്സ്. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ ദേവുട്ടിയോട് പറയുകയാണ് എക്സാമൊക്കെ കറക്റ്റായി എഴുതിക്കോളൂ, സമയം കിട്ടേണ്ടതെല്ലാം ഫസ്റ്റ് ചെയ്ത് കിട്ടാത്തത് സമയം കിട്ടിയില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആദ്യം അത് അറിയണതൊക്കെ എഴുതാൻ പറയുകയാണ്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.